ഉപയോഗിച്ച് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് അല്ലാതെ ചെയ്യും. എങ്ങനെ? നമ്മുടെ ഇതാണ് ക്വസ്റ്റ്യൻ. p of x is equal to x square plus 5x plus 6. വളരെ പെട്ടെന്ന് ചെയ്യാം. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ a ആണ്. a സമം 1, c ആണ്. c സമം 6. ഈ ac ആണ്. a into c. അങ്ങനെ 1 into 6 is equal to 6. പിന്നെ നിങ്ങൾ b കണ്ടുപിടിക്കുക. b is equal to 1. ഈ രണ്ട് നമ്പർ ആദ്യം നോക്കുക. എന്താണ് ഇവിടെയുള്ള സംഖ്യ ഇവിടെയുള്ള സംഖ്യ a into 6. ഈ x ന്റെ ഇപ്പുറമുള്ള സംഖ്യ b is equal to 5. ഇത് തുകയായി വരണം സം. ആൻഡ് ഇത് പ്രോഡക്റ്റ് ആയിട്ട് വരണം മീൻസ് ഗുണനഫലം. അങ്ങനെയുള്ള രണ്ട് സംഖ്യകളാണ് ആലോചിക്കാൻ എളുപ്പമുണ്ട്. ഈ 6 എന്ന് പറയുന്ന സംഖ്യ ഫാക്ടർ ചെയ്താണ്. ഇപ്പൊ നമ്മുടെ മുന്നിൽ രണ്ട് സംഖ്യകൾ കിട്ടി. 2 3 ഗുണിച്ച 6 ആണ്. 2 3 കൂട്ടിയ 5 ആണ്. ശരിയാ? അപ്പൊ നമ്മൾ ഈ ഗുണനഫലം എങ്ങനെ കണ്ടെത്തുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെയുള്ള സംഖ്യയും ഈ x സ്ക്വയർ ചിലപ്പോൾ 2 ഉണ്ടാവാം, ചിലപ്പോൾ 3 ഉണ്ടാവാം. നമുക്ക് അതിനെ കൂടി ഗുണിച്ചിട്ട് വേണം പ്രോഡക്റ്റ് എഴുതാൻ. ഇനി x ന്റെ ഇപ്പുറമുള്ള സംഖ്യയാണെങ്കിൽ സമ്മാനം. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഈ സംഖ്യ, അതായത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഇത് കിട്ടണം, ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഇത് കിട്ടണം. അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ ഏതാണ്? സിമ്പിൾ ആണ്. 2 3 ആണ് സംഖ്യ. അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് സംഖ്യകളെ 2 ഉണ്ട് 3 ഉണ്ട്. 2ന്റെ ഇപ്പുറം x ഇടാ, 3ന്റെ ഇപ്പുറം x ഇടാ. എന്തായത് 2x 3x. കണ്ടോ? അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 5x. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ 5x-ന്റെ പകരം എന്ത് എഴുതാം? 2x plus 3x. ബാക്കി എല്ലാം ഉള്ളത് x സ്ക്വയർ പ്ലസ് നമ്മൾ എന്താ ചെയ്യുക? 5x-ന് പകരം 2x plus 4x. So now the equation is x square plus 2x plus 3x plus r. ഇനി ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ട് പേരെ ബ്രാക്കറ്റില്ല, അവസാനത്തെ രണ്ട് പേരെ. എന്നിട്ട് ഇതിനകത്ത് രണ്ടുപേരിലും പൊതുവായിട്ടുള്ള ആള്, കോമൺ ആയിട്ടുള്ള ആള് പുറത്തു. ശ്രദ്ധിക്കുക, രണ്ടുപേരിലും കോമൺ ആയിട്ട് ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്. x പുറത്തു. ഇവിടെ രണ്ടെണ്ണം x, ഒരെണ്ണം പുറത്തേക്ക് വന്നു ബ്രാക്കറ്റിൽ പ്ലസ് ഇവിടെ നിന്ന് x പോന്നു കഴിഞ്ഞാൽ 2x എന്ന് പറഞ്ഞാൽ 2 into x ആണ്. x പുറത്തു പോകുന്നത് 2 പ്ലസ് ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ 3 ഉണ്ട്. 6 എന്ന് പറഞ്ഞാൽ എന്താ? 6 എന്ന് പറഞ്ഞാൽ 3 into 2 ആണ്. അപ്പൊ ഇതിൽ 3 പുറത്തേക്ക്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, 3 പുറത്തു. ബ്രാക്കറ്റിനകത്ത് x ബാക്കി വന്നു പ്ലസ്. ഒരു കാര്യം പറയാൻ ശ്രദ്ധിക്കുക, ഇവിടെ x plus 2 വരുന്നുണ്ടെങ്കിൽ ഇവിടെയും അങ്ങനെ തന്നെ വരും. ബ്രാക്കറ്റിനകത്ത് അവിടെ തന്നെ അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് അവിടെ എന്ത് വരും എന്ന് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിന് എഴുതാം, ധൈര്യമായിട്ട് എഴുതാം. ഇനിയാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ഫാക്ടറാണ്. ഓക്കെ, ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഇതാണ് ഒരു ഫാക്ടർ. ഒരു ഫാക്ടർ എന്താണ്? എക്സ് പ്ലസ്. മറ്റേ ഫാക്ടർ എന്ന് പറയുന്നത് ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്നത്, അതായത് എക്സും പ്ലസ് 3. ഇങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. മെത്തേഡ് 2 നമ്മുടെ ഫാക്ടേഴ്സ് എന്താ ചെയ്യുന്നത്? എക്സ് സ്ക്വയറിന്റെ ഇപ്പുറമുള്ള സംഖ്യയും അവസാന സംഖ്യ തമ്മിൽ ഗുണിച്ചിട്ട് എക്സിന്റെ ഇപ്പുറമുള്ള സംഖ്യ എടുത്ത് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഗുണനഫലം ഇത് കിട്ടുന്നത് ഏതൊക്കെ രണ്ട് സംഖ്യകൾ നമ്മൾ ഗുണിക്കുമ്പോഴാണ്? 6നെ നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്ത് 2 3 തമ്മിൽ ഗുണിക്കുമ്പോഴാണ് കിട്ടുന്നത്. ആ 2നെ 3നെ നമ്മൾ x കൊടുത്തു, 2x plus 3x 3d 5x. അപ്പൊ ഈ 5x-ന് പകരം എന്താ എഴുതാം? 2x plus 3x. സോ മിഡിൽ ടേം, നടുവിലുള്ള പദത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ നടുവിലുള്ള പദത്തെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് x square plus 2x plus 3 plus 6. ദെൻ നമുക്ക് എന്താ ചെയ്യാം? ഇവിടെ ഈ ഫസ്റ്റ് രണ്ട് ടേമിനെ നമ്മൾ ബ്രാക്കറ്റിലാക്കി, ലാസ്റ്റ് രണ്ട് ടേമിനെ നമ്മൾ ബ്രാക്കറ്റിലാക്കി.
ഓക്കെ, ഇതിൽ നമ്മൾ എക്സ് പുറത്തു കഴിഞ്ഞാൽ ബാക്കി എക്സ് പ്ലസ്. ഇവിടെ നമ്മൾ എന്താണ് 3 പുറത്തു കഴിഞ്ഞാൽ ബാക്കി എക്സ് പ്ലസ്. ഇനി ഈ എക്സ് പ്ലസ് 2 നമ്മൾ എന്താണ് കോമൺ ആയിട്ട് പുറത്തു. ഇതാണ് ഒരു ഫാക്ടർ. എക്സ് പ്ലസ് പുറത്തു ഇനി മനസ്സിലാക്കി റിമാൻഡ് ചെയ്തതാണ് ഈ വീട്ടിൽ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് മെത്തേഡ്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ബി സ്ക്വയർ മൈനസ് 4x ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പൊ എക്സ് -2 നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ -2 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അതിന്റെ ഫാക്ടറൈസേഷൻ ചെയ്യാം. ഓക്കെ സാറേ, ഞങ്ങൾക്ക് മനസ്സിലായി. പോളിനോമിയൽ എന്താണ് മനസ്സിലായി. x² + 5x + 6. ഇതിന്റെ രണ്ട് ഫാക്ടറുകളാണ് x + 2 x + 3. ഇതും ഞങ്ങൾക്ക് മനസ്സിലായി. സപ്പോസ് എനിക്കറിയില്ല ഇതിന്റെ ഫാക്ടർ ആണെന്ന് അറിയില്ല, ഒരു കാര്യം ചിലപ്പോ ഇത് ഫാക്ടർ ആയിരിക്കും. ആണോ അല്ലയോ സംശയം. ഇത് ഇതിന്റെ ഫാക്ടർ ആണോ സംശയം. ഇത് ഇതിന്റെ ഫാക്ടർ ആണോ അല്ല നമുക്കറിയാം. ഇതാണോ അതോ ഇതാണോ അതോ ഇതാണോ സംശയം. ഇങ്ങനെ നിങ്ങൾക്ക് സംശയം വരും. ഇതാണോ ഇതിന്റെ ഫാക്ടർ, ഇതാണോ സംശയം. എങ്ങനെ നമ്മൾ മനസ്സിലാക്കും, എങ്ങനെ നമ്മൾ അറിയും ഏതാണ് എന്റെ എഴുത്തുമാർക്ക് പറയാൻ കേട്ടോ. നമുക്ക് ആദ്യം x + 2 ഘടകമാണ് ആണോ ഫാക്ടർ ആണോ അത് മക്കൾ x + 2 = 0 വരിക. x + 2 = 0. Then x is equal to ഈ +2 ന് ഇപ്പുറത്തേക്ക് എടുക്കാം. ബ്രാക്കറ്റ് വേണ്ട. x + 2 = 0 +2 ന് ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ x is equal to +2 നേരിട്ട് 0 ആണ്. +2 അപ്പം so x is equal to -. okay, x is equal to -. ഞാൻ സാർ പറഞ്ഞത് x + 2 ഘടകമാണോ ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? x + 2 = 0. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ +2 പുറകെ എടുക്കണം. x + +2 അപ്പുറം വന്നാൽ മൈനസ്, പ്ലസ് അപ്പുറം വന്നാൽ മൈനസ്, മൈനസ് അപ്പുറം വന്നാൽ പ്ലസ്, പ്ലസ് അപ്പുറത്തേക്ക് എടുക്കും. x = -2. ദെൻ ഇവിടെ x എവിടേക്ക് ഉണ്ടോ അവിടേക്ക് എന്ത് കൊടുക്കും? -2 കൊടുക്കാം. p of x is equal to x² + 5x + 6. x ന്റെ പൊസിഷനിൽ എന്ത് കൊടുക്കണം എന്നാണ്? -2 തന്നെയാണ് കൊടുക്കുന്നത്. എങ്ങനെ മനസ്സിലാവും? x + 2 = 0. So x is equal to +2 അപ്പുറത്തേക്ക് പോയാൽ -2. So x is equal to -2 എന്ന് കൊടുക്കും. Okay. So p of -2 is equal to -2² + 5 into -2 + 6. Okay. -2² -2 into -2 4. 5 into -2 -10 + 6. എന്ത് ചെയ്യണം സാർ? ഇതിനകത്ത് ഈ പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ ആദ്യം എടുത്ത് 4 എന്നിട്ട് നെഗറ്റീവ് എഴുതിയാൽ മതി. സോ 4 + 6 10. 10 - 10 എത്രയാണ്? 0. 0 ആണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. ഫാക്ടറല്ലേ ആണല്ലോ. 0 ആണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ ഇതെന്താണ്? ഇതിന്റെ ഫാക്ടറാണ്, ഘടകം. x + 2 എന്ന് പറയുന്ന ആള് ഈ പോളിനോമിയലിന്റെ ഘടകമാണോ എന്ന് ചോദിച്ചാൽ x + 2 നമ്മൾ =0 എന്ന് എടുത്തിട്ട് x +2 അപ്പുറത്തേക്ക് -2 എടുത്തിട്ട് x -2 എന്ന് എടുത്തിട്ട് ആ -2 കൊണ്ടുവന്ന് ഈ പോളിനോമിയലിന്റെ സ്ഥലത്ത് x ന് പ്ലേസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെയ്യണം. ചെയ്യുമ്പോൾ ഉത്തരം 0 കിട്ടിയാൽ ഇത് ഇതിന്റെ എന്താണ്? ഇപ്പോ 35 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 7 × 5 ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. അപ്പൊ 7 ഒരു ഘടകമാണ്, 5 ഒരു ഘടകമാണ്. അങ്ങനെയാണെങ്കിൽ 35നെ 5 കൊണ്ട് ഹരിക്കുമ്പോ എന്ത് കിട്ടും? 7 കിട്ടും. ശിഷ്ടമുണ്ടോ? ശിഷ്ടമില്ല. നോക്കിപ്പോ 35 × 5 7 5 35. ശിഷ്ടം എന്താ? 0. ഇത് തന്നെയാണ്. അതായത് ഈ പോളിനോമിയലിനെ ഞാൻ x + 2 കൊണ്ട് ഹരിക്കുമ്പോ എനിക്ക് ശിഷ്ടം എന്ത് കിട്ടും?
ഹരിച്ച് കാണിച്ചു തരാം. നോക്കിക്കോ. P of x is equal to x square plus 5x plus 6. ഒരു ഘടകം x plus 2 ആണ്, ഉറപ്പാണ്. മറ്റേത് കണ്ടുപിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ x square plus 5x plus 6 ഹരിക്കാൻ ഹരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിനെ എക്സ് വെച്ച് ഹരിക്കണം. അപ്പൊ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ്. വെരി സിമ്പിൾ ആണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന അർത്ഥം എക്സ് ഇൻറ്റു എക്സ് എന്നാണ്, ഡിവൈഡ് ബൈ എക്സ്. സോ വാട്ട് ഹാപ്പൻ, വൺ ഒരു എക്സ് കിട്ടി, ഈ ഒരു എക്സ് മാത്രം മാറ്റി. സോ ദ ആൻസർ ഈസ് എക്സ്. നമുക്ക് പറയാം ഇതിനെ ഇൻവെച്ച് ചെയ്യുമ്പോൾ പ്ലസ് ഇതിനെ ഇൻവെച്ച് ചെയ്യും. സാധാരണ നമ്മൾ ഹരിക്കുമ്പോൾ എന്താ ചെയ്യാം, 35നെ നിങ്ങൾ 5 കൊണ്ട് ഹരിച്ചാൽ 7 കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യാം, 7 × 5 = 35 താഴെ എഴുതി. അതുപോലെ ഇവിടെ ചെയ്യണം. x × x x × 2 ഇനി നിങ്ങൾ എന്താ ചെയ്യാം, ഈ പ്ലസ് 35 നിങ്ങൾ മൈനസ് ആക്കിയിട്ട് കൂട്ടും. അതേപോലെ ഇവിടെ ചെയ്യണം, പ്ലസ് ആയിട്ടുള്ള ഒരു മൈനസ് ആണ്, ഇത് മൈനസ് ആണ്, കൂട്ടണം. കൂട്ടുമ്പോൾ x സ്ക്വയർ മൈനസ് x സ്ക്വയർ കൂട്ടുമ്പോൾ 0. രണ്ടും ഒരേ ആൾക്കാരാണ്, വ്യത്യസ്ത ചിഹ്നം 0. ഇവിടെ കൂട്ടുമ്പോഴോ 5 - 2 പ്ലസ് 3x. ഇവിടെ ശിഷ്ടം 0 ആയിരിക്കും. വേറെ ഏതെങ്കിലും സംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ 5 കൊണ്ട് ഹരിക്കും. അതുപോലെ ഇവിടെ ചെയ്യും. 3x + 6 നമ്മൾ x + 2 കൊണ്ട് ഹരിക്കണം. എങ്ങനെ ഹരിക്കും, 3x ഇതിനെയാണ് ഹരിക്കുന്നത്, 3x ഡിവൈഡ് ബൈ x. വെരി സിമ്പിൾ എക്സസൈസ്. ആൻസർ ഈസ് 3. again നമ്മൾ പഠിക്കുന്നത് 3 × x 3x 3 × 2 + 6. ഇനി ചിഹ്നമാറ്റം മൈനസ്, ദിസ് ഈസ് മൈനസ്. കൂട്ടണം, കൂട്ടുമ്പോൾ എന്താണ് 0 and this is known as the remainder. ശിഷ്ടം 0 കിട്ടി. അപ്പോ ഇത് രണ്ടും കുടിച്ചപ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. ഒരാളെ മറ്റേ ഘടകം കൊണ്ട് ഹരിക്കുമ്പോ, ഒരാളെ ഒന്നാമത്തെ ഘടകം കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ടാമത്തെ ഘടകം ഹരണഫലമായിട്ട് വരികയും ശിഷ്ടം എന്ത് കിട്ടുകയും ചെയ്യും, 0 കിട്ടുകയും ചെയ്യും. അപ്പൊ ഒരാൾ ഘടകമാണെങ്കിൽ ശിഷ്ടം എന്തായിരിക്കും, 0 ആയിരിക്കും. അതിന് ഇങ്ങനെ ചെയ്ത് നോക്കണമെന്നില്ല, ഘടകമാണോ എന്ന് പരിശോധിക്കാൻ ഇങ്ങനെ ചെയ്യില്ല. പക്ഷെ ഒരു ഘടകം തന്നിട്ട് മറ്റേ ഘടകം കാണാൻ പറഞ്ഞാൽ ഈ രീതിയിൽ ചെയ്യും. ഇപ്പൊ ഘടകമാണോ എങ്ങനെ പരിശോധിക്കുന്നത്, x + 2 = 0, x = -2. ഈ സ്ഥലത്ത് -2 ആണ്. അപ്പൊ നമുക്ക് x + 3 ഘടകമാണോ എന്ന് പരിശോധിക്കാം. x + 3 check whether x + 3 is a factor or not. x + 3 factor ആണോ നോക്കാം. എന്ത് ചെയ്യണം, x + 3 = 0. then x എന്താണ്, +3 അപ്പുറം ചേർന്നാൽ -3. then p of -3 കാണും. എങ്ങനെയാണ്, x ഉള്ള സ്ഥലത്തൊക്കെ -3 എന്ന് എഴുതി, -3² + 5 × -3 + 6. -3² 9. 5 × -15 + 6. 9 + 6 - ആദ്യം പോസിറ്റീവ് സംഖ്യ എഴുതാം. തെറ്റി 9 ആകുമ്പോൾ കിട്ടി 15 x + 3 ഒരു ഘടകമാണ്. കാരണം ശിഷ്ടം 0 it is known as the remainder pair. ശിഷ്ടം 0. അതായത് x + 3 ഘടകമാണെങ്കിൽ p of -3 0. ക്ലിയർ? ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം. നമുക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എക്സസൈസ്, ടെക്സ്റ്റ് ബുക്ക് വെക്കാം. എന്നിട്ട് ഫസ്റ്റ് എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഒരു എക്സസൈസ് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നീട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്